അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലൈഹി. ഒരുപാട് പേര് സിഹ്ർ കൊണ്ട് അഥവാ കൂടോത്രം കൊണ്ട് മാരണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് അവരുടെ വിഷമങ്ങൾ നമ്മളുമായി പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണേറുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഭവനത്തിലുള്ള കലഹങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഒരുപാട് പേര് അവരുടെ വിഷമങ്ങൾ നമ്മളുമായി പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സിഹ്ർ ബാത്തിലാകാനും നമുക്ക് ഏൽക്കാതിരിക്കാനും അഥവാ കൂടോത്രം ബാത്തിലാകാനും നമുക്ക് ഏൽക്കാതിരിക്കാനും അതുപോലെ തന്നെ സിഹ്ർ മൂലം തടസ്സങ്ങൾ ഉണ്ടായി കാര്യങ്ങൾ നടക്കാതെ പോകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു സൂറത്തിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഈ മഹത്തായ സൂറത്ത് മഹത്തായ ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ അമൽ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം ആ സൂറത്ത് എങ്ങനെയാണ് സിഹ്ർ ബാത്തിലാക്കാൻ വേണ്ടി ഓതേണ്ടത്, അതുപോലെ കണ്ണേറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഓതേണ്ടത് എങ്ങനെ നമുക്ക് നോക്കാം. പ്രിയമുള്ളവരെ, മണ്ണിലാൽ സൃഷ്ടിക്കപ്പെട്ട നമ്മെ തീയാൽ പടക്കപ്പെട്ട ശൈത്താൻ ഇബ്ലീസ് ശല്യം ചെയ്യുമെന്നുള്ളത് ജന്മനാ ശത്രുതയുടെ ഒരു ചരിത്രമാണ്. ഒരു നിമിഷം പോലും ഇല്ലാതെ, ഒരു നിമിഷം പോലും പാഴാക്കാതെ പിശാച് നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു സഹോദരൻ നിന്റെ അടുക്കലേക്ക്, ഒരു സഹോദരനെ നീ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഐഡിയകൾ നിനക്ക് പറഞ്ഞു തരാൻ പറ്റുമോ അതെല്ലാം പിശാച് നിനക്ക് പറഞ്ഞു തരുന്നതാണ്. ഒരു സാഗർ അഥവാ ഒരു മാരണക്കാരൻ, ഒരു കൂടോത്രക്കാരൻ അവന്റെ സഹോദരനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാരണം ചെയ്തു വെക്കുമ്പോൾ, കൂടോത്രം ചെയ്തു വെക്കുമ്പോൾ അവനനുകൂലമായി നിന്നുകൊണ്ട് അവനെ സഹായിക്കാൻ വേണ്ടി പിശാച് അവന്റെ അടുക്കലേക്ക് പോകുകയാണ്. പിശാച് അവനോട് പറയുന്നത്, ഇതെന്റെ ദൗത്യമാണ് നിന്റെ സഹോദരനെ നശിപ്പിക്കുക എന്നുള്ളത്, നിന്റെ സഹോദരനെ നശിപ്പിക്കുക എന്നുള്ളത് എന്റെ ദൗത്യമാണ്. അങ്ങനെ പിശാച് അവനുമായി ചേർന്നുകൊണ്ട് തന്നെ അവന്റെ സഹോദരനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മന്ത്രങ്ങളും അതുപോലെ തന്നെ രക്തങ്ങളും അതുപോലെ തന്നെ എന്തെല്ലാം മോശപ്പെട്ട കാര്യങ്ങൾ, പൈശാചിക ഉപദ്രവങ്ങൾ, പൈശാചിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം പിശാചും അതുപോലെ തന്നെ മാരണം ചെയ്യുന്നവരും കൂടി ചെയ്തു വെക്കുന്നതാണ്. അല്ലാഹുവേ, പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും, മാരണക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്നും, സാഹിരീങ്ങളുടെ സിഹ്റിൽ നിന്നും, കൂടോത്രക്കാരുടെ നിന്നെല്ലാം നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അതായത് എന്റെ പ്രിയപ്പെട്ട മനുഷ്യൻ, അതായത് മനുഷ്യനെ ഉപദ്രവിക്കാൻ തയ്യാറായി നിൽക്കുന്ന ശൈത്താന് കൈക്കൂലി കൊടുക്കുന്നതിനാണ് സിഹ്ർ എന്ന് പറയുന്നത്. അത് കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധുക്കളായ പാവപ്പെട്ട ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ഈ കാരണം കൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുകയും സാമ്പത്തികമായും സാമൂഹികമായും ശാരീരികമായും ദീനീപരമായിട്ട് പോലും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാം. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. പടച്ചവൻ നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വരെ സിഹ്ർ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുദ്ധിക്കോ പരിശുദ്ധമാക്കപ്പെട്ട ദീനിനോ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. എങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വകാര്യ ജീവിതത്തിൽ ചില തകരാറുകൾ പറ്റിയിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ ചെറിയ ബുദ്ധിമുട്ട് അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ മാരണക്കാരെ കൊണ്ട് പരിശുദ്ധ ദീനിനെ അവർക്ക് കെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പരിശുദ്ധ ദീനിൽ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വകാര്യ ജീവിതങ്ങളിൽ ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനിന്ന് നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് സിഹ്ർ ബാത്തിലാകാനും നമുക്ക് ഏൽക്കാതിരിക്കാനും അതുപോലെ തന്നെ സിഹ്ർ മൂലം തടസ്സങ്ങളുണ്ടായി കാര്യങ്ങൾ നടക്കാതെ പോകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനും വേണ്ടിയുള്ള നല്ല ഒരു സൂറത്തിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ സൂറത്ത് നിങ്ങൾ ഓതിയാൽ സിഹ്ർ അഥവാ കൂടോത്രം ബാത്തിലാകും. ശരീരത്തിലേക്ക് ഏറ്റ സിഹ്ർ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ശത്രുക്കൾ നമുക്ക് നേരെ പ്രയോഗിക്കുന്ന ചതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കുന്നതാണ്.
ഇപ്പോൾ നമുക്കൊരു സ്ഥലത്ത് ഒരു കാര്യത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പോകേണ്ടതുണ്ട്. പക്ഷെ അവിടെ സിഹ്ർ ചെയ്യുന്ന ഒരാളുണ്ട്. അയാളുടെ സിഹ്ർ നമുക്ക് ഏൽക്കാതിരിക്കാൻ 11 തവണ ഈ സൂറത്ത് ഓതിക്കൊണ്ടു പോവുക. അഥവാ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് തടസ്സമുണ്ട് എങ്കിൽ ഒരു 11 പ്രാവശ്യം ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമ്മൾ പോവുക. ഇൻഷാ അല്ലാഹ് ഒരു സാഹിറിന്റെയും ഒരു കണ്ണേറുകാരന്റെയും തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ധിക്കാരികളായ അധികാരികൾ അവരിൽ നിന്ന് വല്ല കാര്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമുക്ക് വല്ല സർട്ടിഫിക്കറ്റുകളോ രേഖകളോ അവരിൽ നിന്നും വാങ്ങിയെടുക്കാനുണ്ടെങ്കിൽ ഈ സൂറത്ത് 11 പ്രാവശ്യം ഓതി നമ്മൾ പോവുക. ഈ പറയാൻ പോകുന്ന സൂറത്ത് 11 പ്രാവശ്യം നമ്മൾ ഓതി പോവുക. അധികാരിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു ശല്യം ഉണ്ടാവുകയില്ല ഇൻഷാ അല്ലാഹ്. എന്റെ മുഅ്മിനീങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങേണ്ട, പക്ഷേ നമുക്കത് നടക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൂറത്ത് ഒരു 11 പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ ഇറങ്ങുക. ഇൻഷാ അല്ലാഹ് വലിയ വിജയം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്, പക്ഷേ നമുക്ക് ഭയമാണ്. ആ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ ഭയമാണെങ്കിൽ ഈ സൂറത്ത് 7 പ്രാവശ്യം നമ്മൾ ഓതി പോവുക. സൂറത്ത് പറഞ്ഞു തരാം. ഈ മഹത്തായ സൂറത്ത് ഒരു 7 പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ പോവുക. അള്ളാഹു വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഭയം നിങ്ങളിൽ നിന്ന് അള്ളാഹു എടുത്തു കളയുന്നതാണ്. അതുപോലെ തന്നെ സിഹ്ർ ചെയ്യുന്നവർ അയക്കുന്ന ജിന്ന്, ശൈത്താൻ, മൂർത്തികൾ എന്നിവയെ തടുക്കാനും അവയെ തിരിച്ചു പോകാനും അവയെ തിരിച്ചു വിടാനും സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും 21 പ്രാവശ്യം, എത്രയാണ് 21 പ്രാവശ്യം ഓതുക. ഇങ്ങനെ ഈ രൂപത്തിൽ കുറച്ച് ദിവസം ഓതേണ്ടി വരും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു നടത്തി തരുന്നതാണ്. അതുപോലെ തന്നെ അസൂയാലുക്കൾ ഒരുപാട് പേരുണ്ട്. അല്ലാഹുവേ അസൂയാലുക്കൾ അസൂയ തൊട്ടും കണ്ണേറുകാരുടെ കണ്ണേറുകളെ തൊട്ടല്ലാതെ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അപ്പൊ നമുക്കറിയാം അദ്ദേഹം അസൂയ കൊണ്ടിട്ട് വളരെയധികം മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് നമ്മൾ സങ്കല്പിക്കാം. അങ്ങനെ ഒരാളുടെ അടുക്കലേക്ക് നമ്മൾ പോകുമ്പോൾ, കണ്ണേറുകാരുടെ അടുക്കലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ സൂറത്ത് ഒരു 7 പ്രാവശ്യം ഈ സൂറത്ത് നമ്മൾ ഓതിക്കൊണ്ടു പോവുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇനി എല്ലാവിധ സിഹ്റുകളും കുഴിച്ചിടപ്പെട്ടതും വെള്ളത്തിലൂടെ വയറ്റിലേക്ക് പ്രവേശിച്ച സിഹ്റും, നമ്മളെ വസ്തുക്കളിലോ നമ്മളെ ഭവനങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് കുഴിച്ചിടപ്പെട്ടതും, അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിലേക്ക് ഏറ്റ സിഹ്റ്, വെള്ളത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച സിഹ്റും മൂർത്തികളൊക്കെ ഒഴിവാക്കാൻ ഈ ദിവസം 41 പ്രാവശ്യം, എത്രയാണ് ദിവസം 41 പ്രാവശ്യം ഓതി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിച്ചിട്ട് ആ വെള്ളം നമ്മൾ വെറും വയറ്റിൽ കുടിക്കുക. ഇൻഷാ അല്ലാഹ് ആശ്വാസമാകുന്നതാണ്. വളരെയധികം അല്ലാഹു അതിന് ഗുണം നൽകുന്നതാണ്. ഇനി വീട്ടിൽ കുഴിച്ചിടപ്പെട്ടതോ വിതരപ്പെട്ടതോ ആയ സിഹ്റുകൾ അല്ല, നമ്മുടെ ഭവനങ്ങളിലൊക്കെ ആരെങ്കിലും എന്ത് ചെയ്യും, വന്ന് സിഹ്റിന്റെ സാധനങ്ങൾ ഇങ്ങനെ വിതറിയിട്ട് പോകും. അല്ലെങ്കിൽ കുഴിച്ചു മൂടപ്പെട്ടതായ, വീട്ടിൽ കുഴിച്ചിടപ്പെട്ടതോ വിതരപ്പെട്ടതോ ആയ സിഹ്റുകൾ ബാത്തിലാവാൻ കടൽ വെള്ളത്തിൽ 21 പ്രാവശ്യം, ഏത് വെള്ളത്തിലാണ്? കടൽ വെള്ളത്തിൽ 21 പ്രാവശ്യം ഓതി ആ വെള്ളം വീട്ടിലും വാതിലുകളിലും തളിക്കുക. ഇൻഷാ അല്ലാഹ് സിഹ്ർ നശിച്ചു പോകുന്നതാണ്. ഈ സൂറത്ത് കൂടുതൽ ഓതിയാൽ സിഹ്ർ ചെയ്തവനും അവന്റെ സഹായിക്കും തിരിച്ചടിക്കുന്നതാണ്. അപ്പൊ ഈ സൂറത്ത് നമ്മൾ ധാരാളം ഓതിയാൽ നമുക്ക് ആരാണോ സിഹ്ർ ചെയ്തിട്ടുള്ളത് ഇൻഷാ അല്ലാഹ് അവനിലേക്ക് തീർച്ചയായിട്ടും തിരിച്ചു ചെല്ലുന്നതാണ്. അതുപോലെ തന്നെ സുബഹിക്കും മഗ്രിബിനും ശേഷം 70 പ്രാവശ്യം, എത്ര പ്രാവശ്യം? 70 പ്രാവശ്യം ഈ സൂറത്ത് ഓതിയാൽ സിഹ്ർ ചെയ്യുന്നവർ, ചതിയന്മാർ, അക്രമികൾ, കള്ളന്മാർ എന്നിവർ നമ്മുടെ പറമ്പിലേക്കോ വീട്ടിലേക്കോ കയറുകയില്ല, അതിനവർക്ക് കഴിയുകയില്ല. അപ്പൊ ഈ മഹത്തായ ഈ സൂറത്ത് നിങ്ങളാരും വിട്ടുപോകല്ലേ മുഅ്മിനീങ്ങളെ. സൂറത്ത് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഈ സൂറത്ത് ഓതിയാലാണ് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് മേൽ പറയപ്പെട്ട സിഹ്ർ ബാത്തിലാകുന്നതാണ്, കണ്ണേറ് പോകുന്നതാണ്. ആ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. സൂറത്തുൽ ഫീലാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ ഈ മഹത്തായ സൂറത്ത് നിങ്ങൾ ഓതി അമൽ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭവനങ്ങളിൽ ഏറ്റ സിഹ്റുകളിൽ നിന്നും കണ്ണേറുകളിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷ നൽകപ്പെടുന്നതാണ്. പടച്ചവനെ, ശപിക്കപ്പെട്ട പിശാചിന്റെ സകല കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഭവനങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഇണകളെയും ഞങ്ങളെ നാടിനെയും ഞങ്ങളെ രാജ്യത്തെയും അല്ലാഹുവേ, ഞങ്ങളെ സഹോദര രാജ്യങ്ങളെ മുഴുവൻ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങൾ സംസാരിച്ച് അതിന്റെ മജ്ലിസാണ് അല്ലാഹ്. നിന്റെ ഖുർആനിന് വലിയ മഹത്വമുണ്ട് റബ്ബേ. അതിന്റെ ഫضലുകളും അതിന്റെ ശ്രേഷ്ഠതകളും സംസാരിച്ച മജ്ലിസാണ് അല്ലാഹ്. ഇതെല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതെല്ലാം ഇരുലോക വിജയികളെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولأشائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له حق علينا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت. اللهم اغفر لنا رب ارحمهما كما ربونا صغارا. അർഹമുർറഹീമായ അല്ലാഹുവേ, പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. റബ്ബേ, നിന്റെ ഖുർആനിന് വലിയ മഹത്വമുണ്ട് റബ്ബേ. അത് പാരായണം ചെയ്യുമ്പോൾ മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ പാരായണം ചെയ്യുമ്പോൾ അത് നീ ഫലം ചെയ്യിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മാഫ് ചെയ്യണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ പേര് ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങൾ പണി നടക്കുന്നേ അല്ലാഹ്. അത് പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ, കിഡ്നി രോഗം, മാട്ടുരോഗം, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലുള്ള സകല രോഗങ്ങളിൽ നിന്നും അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങളെ പലരും പടച്ചവനെ രോഗികളാണ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവരുടെ ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ, കടങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെയൊക്കെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടിനും നാട്ടാർക്കെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സന്തോഷത്തോടെ, സൗന്ദര്യത്തോടെ, സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവനെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. അസ്സലാമു അലൈക്കും.